ഹലോ ചകാവ് നീ ആരംഭത്തിലെ അപമാനം വാ തിയേറ്റർ റെസ്പോൺസ് കാണണ്ടേ? നമ്മളെ കുഞ്ഞൊക്കെ അമർത്തിയിട്ടുണ്ട്, അടിച്ചുപൊളി സംഭവം. എനിക്ക് കഥ കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടെന്ന് പറയാം. പൊളിച്ചു പരിപ്പിനുള്ള പട ഇപ്പോഴല്ല, പിന്നെ കലക്കി DQ ഫാൻ ആയതുകൊണ്ട് പറയല്ല, പടം ശരിക്കൊരു ഇൻസ്പിറേഷൻ ആണ്. നല്ല മൂവിയാണ്, ഇഷ്ടപ്പെട്ട്. കാലം സഞ്ചരിക്കുന്നതിന് മുമ്പേ ട്രെൻഡുകൾ സൃഷ്ടിച്ചു പോകുന്ന ഒരു സംവിധായകൻ അമൽ നീരദ് എന്ന ഡയറക്ടറിനെ ഒറ്റവാക്യത്തിൽ വേണമെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കുക. കുള്ളൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ 5 സുന്ദരികളുടെ കുള്ളൻ്റെ ഭാര്യ എന്ന ചെറിയ സിനിമ കണ്ടത് മുതൽ അമൽ നീരദ്, ദുൽഖർ സൽമാൻ കൂട്ടുകെട്ടിൽ ഒരു ഫുൾ ലെങ്ത് മൂവിക്ക് നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ഒരു ആഗ്രഹം ഇന്നങ്ങോട്ട് സാധിച്ചിരിക്കുകയാണ്. ആൻഡ് ആസ് യൂഷ്വൽ ഒരു അമൽ നീരദ് സിനിമയ്ക്ക് തിയേറ്ററിൽ കയറുമ്പോണ്ടാവുന്ന ഒരു എക്സ്പെക്ടേഷൻ, ആ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി തന്നെയാണ് എല്ലാവരും ഇന്നിപ്പോൾ കോമ്രേഡ് ഇൻ അമേരിക്ക കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് കയറിയത്. ഈവൻ നമ്മളും അങ്ങനെ തന്നെയാണ് കയറിയത്. പക്ഷേ സിനിമ തുടങ്ങിക്കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും നമ്മുടെ മനസ്സിൽ ഈ ഒരു കാര്യം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കും. ഒരു കാര്യം ഇങ്ങനെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും. നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി, നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ഒരു വരവിൻ്റെ പിന്നിലുള്ള കാരണം, റീസൺ പറയണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ CIA മുഴുവൻ കഥയും ഇവിടെ പറയേണ്ടി വരും. അപ്പോൾ ആ പറയണത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് തൽക്കാലം അതങ്ങോട്ട് മാറ്റി നിർത്താം. പിന്നെ പൊതുവേ അമൽ നീരദ് സിനിമകൾക്ക് സിനിമോട്ടോഗ്രാഫി ചെയ്യുന്നത് പുള്ളിക്കാരൻ തന്നെയാണ്. മോസ്റ്റ് ഓഫ് ദ മൂവീസും സിനിമോട്ടോഗ്രാഫി ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് അമൽ നീരദ് തന്നെയാണ്. പക്ഷേ കോമ്രേഡ് ഇൻ അമേരിക്കയുടെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് രണദിവേ എന്ന് പറഞ്ഞൊരു പുതിയ ആളാണ്, ഒരു ന്യൂ കമറാണ്. ന്യൂ കമർ ഇൻ ദ സെൻസ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഫീച്ചർ ഫിലിമാണ്. ആൻഡ് ആ ഒരു ആസ്പെക്റ്റിൽ, ഒരു ന്യൂ കമർ എന്നുള്ള ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ സിനിമോട്ടോഗ്രാഫി ഇസ് ഗുഡ് ഇനഫ് എന്നുള്ളതാണ്. പക്ഷേ അമൽ നീരദ് എന്ന സിനിമോട്ടോഗ്രാഫറുടെ ഒരു ബ്രില്യൻസും ഈ രണദിവേ എന്ന് പറഞ്ഞ സിനിമോട്ടോഗ്രാഫറിൻ്റെ ബ്രില്യൻസും കൂടി കമ്പയർ ചെയ്യുമ്പം ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സിനിമ മൊത്തത്തിലൊരു അമൽ നീരദ് ഒരു സ്റ്റൈൽ, ഒരു സിഗ്നേച്ചർ എല്ലാ മേഖലയിലും ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഈവൻ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ശരി, ഒരു അമൽ നീരദ് സ്റ്റൈൽ ഓഫ് എഡിറ്റിംഗ് ഇങ്ങനെ സിനിമയിൽ ഇങ്ങനെ കാണാം. പക്ഷേ പ്രവീൺ പ്രഭാകറിൻ്റെ എഡിറ്റിംഗ് എക്സിക്യൂഷൻ ഒരു അത്രയ്ക്ക് അങ്ങോട്ട് മികച്ചതായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഫേസ്ബുക്ക് മുഴുവനും കോപ്പി സുന്ദർ എന്ന് വിളിച്ച് പാടി നടന്ന ആളുകൾ മുഴുവൻ ഇന്ന് തിയേറ്ററിൽ സീറ്റിൽ എഴുന്നേരുന്ന് കൈയടിക്കുന്ന ഒരു സീൻ ഞാൻ കണ്ടിട്ടോ. ഇൻ ദ സെൻസ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് നമ്മുടെ എനർജി ലെവൽ ഇങ്ങനെ പമ്പ് ചെയ്ത് നമ്മൾ വേറൊരു ലെവലിൽ എത്തിക്കുന്നു എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ്. ഗോപി സുന്ദർ മാജിക് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഈവൻ മ്യൂസിക്കിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ശരി, ഗോപി സുന്ദർ മാജിക് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നെ ആകെ മൊത്തത്തിൽ സിനിമയുടെ എല്ലാ ആൾക്കാരുടെയും പെർഫോമൻസും ഇസ് ഗുഡ് ആൻഡ് ഡീസൻറ്റ്. ദിലീഷ് പോത്തൻ, സൗബിൻ ഷായർ കോമ്പിനേഷനും നല്ല കോമഡി സീക്വൻസസ് അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ദിലീഷ് പോത്തൻ ചില കോമഡി സീക്വൻസ് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അപ് ടു ദ മാർക്ക് ആയില്ല, അല്ലെങ്കിൽ കാര്യമായിട്ട് വർക്കൗട്ട് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിനു വേണ്ടി ഒരു സൗബിൻ ഷായർ തൊട്ടിപ്പുറത്ത് നിന്നിട്ട് അതങ്ങനെ ടേക്ക് ചെയ്തിട്ട് വേറൊരു ലെവലിലേക്ക് ആ കോമ്പിനേഷൻ സീൻസ് എത്തിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം. അങ്ങനെ സിനിമയുടെ ഒട്ടുമിക്ക മേഖലകളും തൊട്ട് തലോടി പോയിട്ടുണ്ട്. ഒട്ടുമിക്ക ആളുകളുടെയും പേരും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരാളുടെ പേര് മാത്രമേ എടുത്തു പറയാൻ ബാക്കിയുള്ളൂ, അജി മാത്യു. അജി മാത്യു ഇസ് എ കോമ്രേഡ്, സഖാവ്, നമ്മുടെ DQ. ഓരോ സിനിമയിലും പെർഫോമൻസ് ഇങ്ങനെ ബെറ്ററാക്കിയിട്ട് വേറൊരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. DQ, ദ മോസ്റ്റ് സ്റ്റൈലിഷ് ആക്ടർ ഇൻ ഇന്ത്യ, ദുൽഖർ സൽമാൻ. അങ്ങനെ ആകെ മൊത്തത്തിൽ കോമ്രേഡ് ഇൻ അമേരിക്ക എന്ന് പറഞ്ഞ സിനിമ ഈസ് എ ഗുഡ് എൻ്റർടൈനർ. പക്ഷെ എന്നാലും ഒരു സംശയം ബാക്കി നിൽക്കണം കേട്ടോ. കാരണം ആദ്യത്തെ സിനിമ മുതൽ തുടങ്ങിയതാണ് ഈ ഒരു പോക്കുവരവ്. ഒന്നെങ്കിൽ കേരളത്തിൽ നിന്ന് പുറത്തോട്ട് പോവുക, അല്ലെങ്കിൽ പുറത്തുനിന്ന് കേരളത്തിലോട്ട് വരിക. നമ്മുടെ DQ ഇപ്പോൾ അവസാനം കോമ്രേഡ് ഇൻ അമേരിക്ക വരെ എത്തി നിൽക്കുകയാണ് ഈ ഒരു പോക്കുവരവ്. അപ്പോൾ ഈ ഒരു പോക്കുവരവിന് ഒരു അവസാനം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഇനിയും തുടരുമോ ഇല്ലേ എന്നുള്ള കാര്യം അറിയണമെങ്കിൽ, ആ ഒരു സംശയം തീരണമെന്നുണ്ടെങ്കിൽ അടുത്ത മൂവി വന്നേ പറ്റുള്ളൂ, നമ്മുടെ DQൻ്റെ അടുത്ത മൂവി. അപ്പോൾ കാത്തിരിക്കാം അടുത്ത മൂവിക്കായിട്ട്. ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്.